الحمد لله رب العالمين نحمده سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذني الله وإياكم من النار ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إنما قولنا لشيء إذا أردناه أن نقول له كن فيكون والذين هاجروا في الله من بعد ما ظلموا لنبوئنهم في الدنيا حسنة ولأجر الآخرة أكبر لو كانوا يعلمون الذين صبروا وعلى ربهم يتوكلون ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, അഖില പ്രപഞ്ചങ്ങളുടെയും നാഥനായ അല്ലാഹുവിനെ അനുസരിച്ച് അവന് വഴിപ്പെട്ട് അവന് ജീവിതം സമർപ്പിച്ച് തഖ്വയോടെ ജീവിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യർക്ക് അവരുടെ ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥ വിജയവും സന്തോഷവും സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കി തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ എല്ലായ്പ്പോഴും പരമാവധി തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളെ മുൻനിർത്തി കാരുണ്യവാനായ നാഥനോട് നിരന്തരമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെയും അല്ലാഹു ഖബൂൽ ചെയ്ത് നമ്മെ പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഹിജ്റയുടെ ഒരു പശ്ചാത്തലത്തിൽ ഹിജ്റ മുന്നോട്ട് വെക്കുന്ന ജീവിത പാഠങ്ങൾ പ്രതിപാദിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ഖുതുബകളിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ജീവിതത്തിൽ ഇന്നലകളിൽ നിന്ന് പാഠം പഠിക്കാത്തവർ, ഇന്നിനു വേണ്ടി അത്യധ്വാനം ചെയ്യാത്തവർ, നാളെയെ കണ്ട് മുന്നൊരുക്കങ്ങൾ നടത്താത്തവർ, അവരെ വിഡ്ഢികളെന്നാണ്, മണ്ടന്മാർ എന്നാണ് ലോകം അടയാളപ്പെടുത്തുക. ബുദ്ധിയുള്ളവർ ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ സ്വീകരിക്കുന്നവരാണ്, ഇന്നലകളിൽ നിന്ന് ഗുണപാഠങ്ങൾ സ്വീകരിക്കുന്നവരാണ്, ഇന്നിൽ നിന്ന് ഇന്നിനു വേണ്ടി അത്യധ്വാനം ചെയ്യുന്നവനാണ്, നാളേക്ക് വേണ്ടി ആവശ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തുന്നവരാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ എന്നല്ല ലോക ചരിത്രത്തിലെ തന്നെ ഗതിനിർണായകമായ സംഭവമാണ് ഹിജ്റ എന്ന് പറയുന്നത്. ആ ഹിജ്റയിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തെ യഥാർത്ഥത്തിൽ വിജയവഴിയിലേക്ക് നടക്കാൻ ആവശ്യമായ എല്ലാത്തരം പാഠങ്ങളും ആ ചരിത്ര സംഭവം നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. അത്തരമൊരു മഹാസംഭവത്തെ അനുസ്മരിക്കുകയും അതിലെ ഗുണപാഠങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അത് യഥാർത്ഥത്തിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട്, നമ്മൾ അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ഒരു ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. പ്രത്യേകിച്ചും മുഹറം മാസം വിട പറയാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ സവിശേഷമായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതം വളരെ പെട്ടെന്ന് നോർമലൈസ് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു കാലമാണ് ഇനി വരാനിരിക്കുന്നത്. നമ്മൾ നമ്മുടേതായ പലതരം താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആത്മീയതയിൽ നിന്ന്, നമ്മുടെ വിശ്വാസത്തിൽ നിന്ന്, നമ്മുടെ കർമാനുഷ്ഠാനങ്ങളിലുള്ള ജാഗ്രതയിൽ നിന്ന് ഒക്കെ ഓരോ ദിവസം കഴിയും തോറും വിട്ടകന്നു പോകാൻ ഉള്ള സാധ്യതകൾ വർദ്ധിക്കുകയും അതേസമയത്ത് നമ്മെ തിരിച്ചു വിളിക്കാൻ ഉള്ള പ്രത്യേകമായ സവിശേഷമായ സന്ദർഭങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുന്ന കുറെ മാസങ്ങളാണ് ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്നത്. കുറച്ചുകൂടി കൃത്യതയിൽ പറഞ്ഞാൽ ആരാധനകളുടെ സീസണുകൾക്ക് പഞ്ഞമുള്ള കാലമാണ് ഇനി വരാനിരിക്കുന്നത്. റമദാൻ കഴിഞ്ഞ് നമ്മളൊന്നിങ്ങനെ ശ്രദ്ധ വിട്ടുപോകുന്ന ഒരു സാഹചര്യമാകുമ്പോഴേക്ക് നമുക്ക് ദുൽഹജ്ജ് മാസം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നിരുന്നു. ദുൽഹജ്ജ് മാസം ആ ഹജ്ജിന്റെ നിറവിൽ അങ്ങനെ, ആ ഓർമ്മകളിൽ അങ്ങനെ നിൽക്കുന്നതിനിടയിലേക്കാണ് മുഹറം മാസം നമുക്കിടയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ആരാധനകളുടെ അല്ലെങ്കിൽ ആത്മീയതയുടെ സീസണുകൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് കൊണ്ടിരുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ. അതേസമയത്ത് ഇനി മുഹറം 10 നോമ്പ് കൂടി അവസാനിച്ച് മുഹറം മാസം അങ്ങോട്ട് അവസാനിച്ച് ഇനി നമുക്ക് കുറെ കാലത്തേക്ക് അങ്ങനെയുള്ള സവിശേഷമായ സീസണുകൾ വരാനില്ല. നമ്മെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ, നമ്മെ ഒന്ന് തിരിച്ചു വിളിക്കാൻ,
നമുക്കൊരു പുണ്യങ്ങളുടെ പൂക്കാലം സമ്മാനിക്കാൻ, അല്ലെങ്കിൽ പുണ്യങ്ങൾക്കുള്ള വലിയ അവസരങ്ങൾ നമുക്ക് തുറന്നു തരാൻ ഒരു സീസൺ വരാൻ, ഒരു ആരാധനാ സീസൺ വരാൻ ഇനി നമ്മൾ മിക്കവാറും അടുത്ത ഒരു റമദാൻ വരെയൊക്കെ കാത്ത് നിൽക്കേണ്ടി വരും. അപ്പോൾ വളരെ ജാഗ്രതപ്പെടേണ്ടുന്ന അത്തരം സന്ദർഭങ്ങളില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ദീനിൽ നിന്നും, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകളിൽ നിന്നും, ദീനിന്റെ അധ്യാപനങ്ങളിൽ നിന്നും, ദീനീയായ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുമൊക്കെ അത്തരം ഓർമ്മപ്പെടുത്തലുകളും അവസരങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ അകന്നകന്നകന്നു പോയി പാടെ വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതകളെ നമ്മൾ ഭയപ്പെടേണ്ടതാണ്. അതുകൊണ്ട് സവിശേഷമായ ശ്രദ്ധ ദീനീ നിഷ്ഠകളിൽ, ദീനിയായ വിചാരങ്ങളിൽ, ദീനിയായ വിശ്വാസങ്ങളിൽ ഒക്കെ ഉണ്ടാകേണ്ടുന്ന സന്ദർഭമാണ്. അപ്പം അതുകൂടി പരിഗണിച്ചുകൊണ്ട് ഹിജ്റയുമായി ബന്ധപ്പെട്ട് തന്നെ വളരെ പൊതുവായ ചില ജീവിത പാഠങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാനാണ് ഇന്നത്തെ ഒരു ഖുത്ബയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ പാഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഹിജ്റയുടെ ഒരു തലക്കെട്ട് എന്നുള്ള നിലക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾ വായിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ കണ്ണുകൾ ഉടക്കുന്ന ഹിജ്റയുടെ ഒരു സ്ലോഗൻ, അല്ലെങ്കിൽ ഹിജ്റയുടെ ഒരു ബ്രാൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൗർ ഗുഹയിൽ വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നീ ഭയപ്പെടണ്ട, നീ ആശങ്കിക്കണ്ട, നീ ദുഃഖിക്കണ്ട, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് എന്നതാണ്. മാ ദന്നുക ബിസ്നൈനി അല്ലാഹു സാലിസുഹുമാ, മൂന്നാമതായി അല്ലാഹു കൂടെയുള്ള രണ്ടാളുകളെ കുറിച്ച് അബൂബക്കറെ താങ്കൾ എന്താണ് വിചാരിക്കുന്നത് എന്ന ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ തവക്കുലിന്റെ അങ്ങേയറ്റത്തെ പ്രതീകമാണ് ഹിജ്റ എന്ന് പറയുന്നത്. അതേസമയം തവക്കുൽ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യസാധ്യമായ നമ്മുടെ അധ്വാന പരിശ്രമങ്ങളെ നിരാകരിക്കുന്ന ഒരു ഇസ്ലാമിക മൂല്യമല്ല എന്ന് മനസ്സിലാക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹിജ്റ അത് നമ്മെ വളരെ കൃത്യമായി വ്യക്തതയിൽ പഠിപ്പിക്കുന്നുണ്ട് എന്നതാണ് ഹിജ്റയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. അൽ അഖ്ദു ബിൽ അസ്ബാബ്, കാര്യകാരണ ബന്ധങ്ങൾ അവലംബിക്കുക, അത് സ്വീകരിക്കുക. ജീവിതത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വിജയത്തിലേക്കുള്ള കാര്യകാരണ ബന്ധങ്ങൾ അവലംബിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിനെ അവലംബിക്കുക എന്ന വിശ്വാസപരമായ മൂല്യത്തിന് വിരുദ്ധമായ കാര്യമല്ലെന്നും, നേരെ മറിച്ച് തവക്കുലിന്റെ തന്നെ ആദ്യ സ്റ്റെപ്പ് അത് യഥാർത്ഥത്തിൽ മനുഷ്യസാധ്യമായ അധ്വാന പരിശ്രമങ്ങളും പ്ലാനിങ്ങുകളും ജീവിതത്തിൽ ഉണ്ടാവുക എന്നതാണ്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിലുടനീളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്ത കാര്യങ്ങൾ, യാത്ര പുറപ്പെടാൻ, മക്ക വിടാൻ രാത്രിയുടെ സമയം തെരഞ്ഞെടുത്തത്, യാത്രയിലുടനീളം സേവനങ്ങൾക്ക് വേണ്ടി ആളുകളെ ചുമതലപ്പെടുത്തിയത്, റസൂൽ ഒറ്റക്ക് നടത്തേണ്ടുന്ന ഒരു യാത്രയായിരുന്നു യഥാർത്ഥത്തിൽ ഹിജ്റ എന്ന് പറയുന്നത്. അതീവ രഹസ്യമായി, കോൺഫിഡൻഷ്യലായ, രഹസ്യ സ്വഭാവമുള്ള ഒരു വിവരങ്ങളും പുറത്തു ചാടാത്ത വിധം, പ്രത്യേകിച്ചും അള്ളാഹുവിൽ നിന്ന് വഹി കിട്ടുന്ന ഒരു പ്രവാചകൻ, ആ വഹീന്റെ മാത്രം അടിസ്ഥാനത്തിൽ വളരെ സ്വകാര്യമായി ഒറ്റക്ക് നടത്തേണ്ടുന്ന ഒരു യാത്രയായിരുന്നു ഹിജ്റ. പക്ഷെ ഹിജ്റ സംഭവിക്കുന്നത് അങ്ങനെയല്ല എന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഹിജ്റ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്ലാൻ ചെയ്യുമ്പോൾ കൂടെ ഒരാൾ ഉണ്ടാവണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഹിജ്റയിലെ സവിശേഷമായ പാഠങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് അങ്ങനെയാണ്. എല്ലാ കാര്യങ്ങളിലും നമ്മൾ നിർവഹിക്കുന്ന ഇസ്ലാമികമായ എല്ലാ ദൗത്യങ്ങളിലും
സച്ചരിതരായ, ആ ദൗത്യത്തിൽ നമ്മെ സഹായിക്കാൻ കഴിയുന്ന, നമ്മുടെ കൂടെ നിൽക്കാൻ കഴിയുന്ന ആളുകൾ, അവരുടെ സുഹബത്തുണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അങ്ങനെ തനിച്ചുള്ള ഒരു ഹിജ്റക്കാണ് ആദ്യം മുതിർന്നിരുന്നത്. റസൂലിന്റെ അടുത്ത് വന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാവരും ഹിജ്റ പോകുന്ന കൂട്ടത്തിൽ ഹിജ്റ പുറപ്പെടാൻ വേണ്ടി അനുമതി തേടിയതാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതാണ്, ഒന്ന് കാത്തിരിക്കാൻ പറഞ്ഞതാണ്. കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞത്, അല്ലാഹു താങ്കൾക്ക് അസല്ലാഹു അൻ യജ്അല ലക സാഹിബൻ, ഇപ്പോ ഒറ്റക്ക് ഹിജ്റ ചെയ്യുന്നതിന് പകരം കൂടെ ഒരു കൂട്ടുകാരൻ കൂടി കിട്ടി, അള്ളാഹു നിശ്ചയിക്കുന്ന ഒരു കൂട്ടുകാരനെ കൂടെ കിട്ടി ഹിജ്റ പോകാൻ താങ്കൾക്ക് ഭാഗ്യമുണ്ടായേക്കാം, അവസരമുണ്ടായേക്കാം എന്നാണ് അന്ന് പറഞ്ഞത്. അതിനുശേഷമാണ് ഒരുപക്ഷെ ദിവസങ്ങൾ കഴിഞ്ഞ് കടന്നുപോയതിനു ശേഷം, ആഴ്ചകൾ കടന്നുപോയതിനു ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നട്ടുച്ച നേരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ സാധാരണ ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആ വീട്ടിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഗൃഹസന്ദർശനം നടത്തുന്ന ഒരു സമയമല്ല. പ്രത്യേകിച്ചും നട്ടുച്ച നേരം ഇസ്ലാമിക വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നതനുസരിച്ച് അത് വഖ്തുൽ വഹീറ എന്ന് പറഞ്ഞാൽ ആളുകളൊന്ന് വിശ്രമിക്കുന്ന, ആളുകൾ അവരുടെ ഔറത്തുകൾ വെളിവാക്കുന്ന എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഔറത്തുകളിലേക്ക് എത്തി നോക്കാൻ അനുവാദമില്ലാത്ത, പ്രത്യേകം വീട്ടിനകത്ത് തന്നെ പ്രത്യേകം പെർമിഷൻ ചോദിക്കേണ്ടെന്നൊക്കെ ഒരു സമയമാണത്. വീട്ടിനകത്ത് തന്നെ രക്തബന്ധുക്കൾ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാതിൽ മുട്ടി അനുവാദം ചോദിച്ച് കടന്നു ചെല്ലേണ്ടുന്ന ചില സമയങ്ങൾ വിശുദ്ധ ഖുർആൻ നിർണയിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വഖ്തുൽ വഹീറ എന്ന് പറയുന്നത്. നട്ടുച്ച നേരം എന്ന് പറഞ്ഞാൽ മനുഷ്യർ അവരുടെ ഒരു ആശ്വാസത്തിന് വേണ്ടി അവരുടെ സാധാരണ അണിയുന്ന വസ്ത്രങ്ങളൊക്കെ മാറ്റിവെച്ച് ഒന്ന് കാറ്റുകൊണ്ട് വിശ്രമിക്കാൻ വേണ്ടി, ഒരു കൈകൂലത്തിന് വേണ്ടിയൊക്കെ ഉപയോഗപ്പെടുത്തുന്ന സമയം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു സമയത്ത് പതിവിന് വിപരീതമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നു. അപ്പൊ അങ്ങനെ കടന്നു വരുമ്പോൾ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ധാരണയുണ്ട്, ഇതെന്തോ ഗൗരവപ്പെട്ട എന്തോ കാര്യമുണ്ട്, അതല്ലാതെ റസൂൽ ഈ സമയത്ത് വരികയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിച്ചു, എന്താ റസൂലേ ഈ സമയത്ത് ഇങ്ങനെ എന്ന് ചോദിച്ചു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിജ്റയ്ക്ക് അനുമതി കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംശയമായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഹിജ്റയ്ക്ക് തനിക്ക് റസൂലിന് അനുമതി കിട്ടി, അതുകൊണ്ട് റസൂലും മക്ക വിടാൻ പോവുകയാണ് എന്ന വാർത്ത അറിയിക്കുകയാണോ? അതല്ല, എനിക്കും ഹിജ്റയ്ക്ക് അനുമതി കിട്ടിയിരിക്കുന്നു, അതുകൊണ്ട് നമുക്കൊരുമിച്ച് പോകാം എന്ന കാര്യമാണോ പറയുന്നത് എന്നതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംശയമുണ്ടായി. അപ്പൊ അദ്ദേഹം വളരെ ഭവ്യതയിൽ റസൂലിനോട്, അസ്സുഹ്ബത യാ റസൂലല്ലാഹ്, അങ്ങ് ഉദ്ദേശിക്കുന്നത് എന്റെ സഹവാസമാണോ? ഹിജ്റയ്ക്ക് അനുമതി കിട്ടിയിരിക്കുന്നു, അതുകൊണ്ട് അബൂബക്കറെ നീയും ഒരുങ്ങിക്കൊള്ളുക, നമുക്കൊരുമിച്ച് പുറപ്പെടാം എന്ന എന്റെ സഹവാസമാണോ റസൂൽ ആവശ്യപ്പെടുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതെയെന്ന് പറഞ്ഞു. റസൂൽ അതെയെന്ന് പറഞ്ഞു. ആ അതേ എന്ന മറുപടിയോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണം അദ്ദേഹത്തിന്റെ മകൾ ആയിഷ റളിയല്ലാഹു അൻഹ ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഒരു മനുഷ്യൻ ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോഴും കരഞ്ഞു പോകുമെന്ന് എനിക്കാദ്യത്തെ അനുഭവം ഉണ്ടായത് റസൂൽ ഹിജ്റയിൽ കൂടെ പോരണമെന്ന് ഉപ്പാനോട് പറഞ്ഞപ്പോ ഉപ്പ കരഞ്ഞപ്പോഴാണ് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ആ പുറപ്പാടുണ്ടാകുന്നത്. അപ്പൊ അതിൽ നിന്ന് ഉള്ള ഗുണപാഠങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ധാരാളം കാര്യങ്ങളാണ്. ഒന്ന്, ഇസ്ലാമികമായ ദൗത്യ നിർവഹണത്തിൽ ഒറ്റക്കെല്ലാം ചെയ്തു കളയാമെന്ന് ധരിക്കരുത്. നമ്മൾ പല കാര്യങ്ങളിലും കൂടെ ആളുണ്ടാവുക, കൂടെ സഹവസിക്കാൻ ആളുണ്ടാവുക, താങ്ങും തണലുമാകാൻ ആളുണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ചും യാത്രകളിൽ
ഒറ്റക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നത് പൊതുവായിട്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം നൽകിയിട്ടുള്ള ഇസ്ലാമികമായ ഒരു മര്യാദയാണ്. അങ്ങനെ ഒറ്റക്കായി പോകരുത് യാത്രയിൽ സഹവസിക്കാൻ കൂടെ ആളുണ്ടാവുക എന്നത് ഒരു ഇസ്ലാമികമായ മര്യാദയായി, അതല്ലാതെ തന്നെ ഹിജ്റയുടേതല്ലാത്ത കാര്യത്തിൽ തന്നെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് സുഹ്ബത്ത് വളരെ പ്രധാനമാണ്. രണ്ടാമത്തെ അതിലൊരു പാഠം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഒരാൾ അള്ളാഹുവിന്റെ ദീനിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും അയാളുടെ ജീവിതത്തിലെ ഒരു സൗകര്യത്തെ, ഒരു അനുഗ്രഹത്തെ, ഒരു ഖൈറിനെ ഉപേക്ഷിക്കേണ്ടി വരികയും അതിലയാൾ ത്യാഗം ചെയ്യുകയും ചെയ്താൽ അതിനേക്കാൾ ഗുണകരമായത്, അതിനേക്കാൾ മികച്ചത് അള്ളാഹു ഉറപ്പായും അയാൾക്ക് പകരം കൊടുക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വേറെ ഒരു സ്വഭാവത്തിൽ, ഹിജ്റയുമായി ബന്ധപ്പെട്ടതല്ലാതെ. ഹിജ്റയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അക്കാര്യമാണ്. അതല്ലാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു അടിമയെ അവന്റെ കാഴ്ചക്കുള്ള 2 കണ്ണുകൾ എടുത്ത് പരീക്ഷിച്ചു കഴിഞ്ഞാൽ അതിന് പകരമായി അള്ളാഹു അയാൾക്ക് സ്വർഗം കൊടുക്കാതിരിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വിലപ്പെട്ട ഏതനുഗ്രഹവും അള്ളാഹുവിൽ നിന്ന് നമുക്ക് മിസ്സാകുന്ന സാഹചര്യമുണ്ടായാൽ നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട്, നമ്മുടെ അലംഭാവം കൊണ്ടും നമ്മുടെ അലസത കൊണ്ടും സംഭവിക്കുന്നതല്ല, അള്ളാഹുവിന്റെ വിധിയിൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടുന്ന ഒരു അവകാശം, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കേണ്ടുന്ന ഒന്ന് കിട്ടിയില്ലെങ്കിൽ പകരമായി അതിനേക്കാൾ മികച്ചത് അള്ളാഹു പകരം തരുമെന്ന വിശ്വാസം ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രതീക്ഷ ചില്ലറയൊന്നുമല്ല എന്നതാണ്. അപ്പോ ആ പ്രതീക്ഷ വളർത്തുന്നു എന്നതാണ് ഹിജ്റയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പാഠം. ഹിജ്റയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളിൽ മറ്റൊന്ന് ഇന്നൽ ആഖിബത ലിൽ മുത്തഖീൻ എന്നതാണ്. മുത്തഖികൾക്കാണ്, സത്യത്തിന്റെ അഹ്ലുകാർക്കാണ് അന്തിമ വിജയം ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അസത്യം അതെത്ര തന്നെ പണം വിടർത്തി ആടിയാലും ഒടുവിൽ അത് പരാജയപ്പെടാനുള്ളതാണ് എന്നതാണ് ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ സുന്നത്ത്. ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖ എന്നത് ഹിജ്റക്ക് മുമ്പ് വിശുദ്ധ ഖുർആനിൽ അവതരിച്ചിട്ടുള്ള ആയത്താണ്. ഹിജ്റക്ക് മുമ്പ് വിശുദ്ധ ഖുർആനിൽ അവതരിച്ചിട്ടുള്ള ആയത്താണ്. അതിന് തൊട്ടു മുമ്പുള്ള ആയത്ത് ഹിജ്റയിൽ കാര്യങ്ങൾ എളുപ്പമായി കിട്ടാൻ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നാൽ അത് ഗുണകരമായി തീരാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ച പ്രാർത്ഥനയാണ്. റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ. അതിനുശേഷമാണ് വഖുൽ ജാഅൽ ഹഖ്. ഹിജ്റ സംഭവിച്ചിട്ടില്ല. റസൂലിനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സത്യത്തിന്റെ ജയവും സത്യത്തിന്റെ ഒരു ആധിപത്യവും വന്നിട്ടില്ല എന്നല്ല, സത്യത്തിന്റെ അഹ്ലുകാർ അവരടിച്ചമർത്തപ്പെട്ട് ഹിജ്റക്ക് നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ജീവിത സാഹചര്യങ്ങൾ മാറുന്ന ഒരു ഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ ഒരു വാഗ്ദാനം എന്ന പോലെ സംഭവിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് സത്യം പുലർന്നിരിക്കുന്നു, അസത്യം ഇല്ലാതായിരിക്കുന്നു, ദുർബലപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അസത്യം നശിച്ചുപോയിരിക്കുന്നു, അസത്യം നശിക്കാനുള്ളത് തന്നെയാണ് എന്ന അള്ളാഹുവിന്റെ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അപ്പൊ അസത്യം എത്ര തന്നെ നിറഞ്ഞാടിയാലും ഒടുവിൽ സത്യത്തിന്റെ അഹ്ലുകാർക്കാണ് വിജയമുണ്ടാവുക. അവർക്കനുകൂലമായാണ് കാര്യങ്ങൾ വന്നു നിൽക്കുക എന്നത് ഹിജ്റ നൽകുന്ന പാഠങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ഭൂമിയിലുള്ള സകല അടക്കങ്ങളും അനക്കങ്ങളും അള്ളാഹുവിന്റെ വിധിപ്രകാരം മാത്രം സംഭവിക്കുന്നതാണ്. അള്ളാഹുവിന്റെ വിധിപ്രകാരം, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം, അള്ളാഹുവിന്റെ നിർണയപ്രകാരം, അള്ളാഹുവിന്റെ ഖദർ അനുസരിച്ചാണ് ഇവിടെ സകലതും നടക്കുന്നത്. ഒരിലയനക്കം പോലും ഈ ഭൂമിയിൽ അങ്ങനെയല്ലാതെ സംഭവിക്കുന്നില്ല എന്നതാണ് സത്യം. അങ്ങനെയാണ് കാര്യമെങ്കിൽ അള്ളാഹുവിന്റെ ഖദർ ഒരിക്കലും
അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള സത്യത്തെ മുറുകെ പിടിക്കുകയും സത്യത്തിന്റെ അഹിലുകാരാവുകയും ചെയ്തവർക്ക് പ്രതികൂലമായി ഭവിക്കുക എന്ന് പറയുന്നത് ആത്യന്തികമായി അങ്ങനെ സംഭവിക്കുകയില്ല. ഒരുപക്ഷെ കുറെ കലങ്ങലും കുറെ മറിയലും ഒക്കെ ഉണ്ടാകും. അതിനുശേഷം അള്ളാഹുവിന്റെ ഖദാ ഖദർ ഏറ്റവും ഒടുവിൽ അത് കറങ്ങി തിരിഞ്ഞു വന്നു നിൽക്കുക സത്യവിശ്വാസികളുടെ നന്മയിലാണ്, സത്യത്തിന്റെ വിജയത്തിലാണ് എന്ന മഹത്തായ പാഠം ഹിജ്റ നൽകുന്നുണ്ട്. പക്ഷെ ആ പാഠം നൽകുന്നതോടൊപ്പം വിജയത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പത്തിലുള്ള ഒരു തിരുത്തും ഹിജ്റ നൽകുന്നുണ്ട് എന്നതാണ് സത്യാവസ്ഥ. നമ്മൾ വിജയമെന്ന് നമ്മൾ വിചാരിക്കുന്നത് എന്തിനെയാണ്? അങ്ങനെ നമുക്ക് വിജയത്തെക്കുറിച്ച് ഉള്ള സങ്കല്പത്തെ ഹിജ്റ തിരുത്തി കുറിക്കുന്നുണ്ട്. ഹിജ്റയുടെ പശ്ചാത്തലത്തിൽ വിജയത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത് യഥാർത്ഥത്തിൽ മക്കാ വിജയത്തോളം എത്തുന്ന അവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിജയത്തെ കുറിച്ചല്ല വിജയം എന്ന് പറയുന്നത്. മറിച്ച് നമുക്കെതിരെ ആധിപത്യം പുലർത്തുന്ന ശത്രുവിനെ നമ്മൾ തോൽപ്പിക്കുന്നു എന്ന് വരുമ്പോഴല്ല നമ്മൾക്ക് നസ്റുണ്ടാകുന്നത്, നമുക്ക് വിജയമുണ്ടാകുന്നത്. അല്ലെങ്കിൽ എതിരാളിയെ അടിച്ചിരുത്തുമ്പോൾ മാത്രം സംഭവിക്കുന്നതല്ല വിജയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സഹായം എന്ന് പറയുന്നത്. മറിച്ച് ഏത് അനുകൂലമായ സാഹചര്യമാണെങ്കിലും പ്രതികൂലമായ സാഹചര്യമാണെങ്കിലും സബാതുക അലൽ ഹഖി ഹുവൻ നസ്ർ, താങ്കളുടെ നിലപാട്, നിങ്ങളുടെ നിലപാട്, ആ നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടോ എന്നതാണ് യഥാർത്ഥത്തിലുള്ള വിജയവും സഹായവും എന്ന് പറയുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും വലിയ ദൈവികമായ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള സഹായം എന്ന് പറയുന്നത് ഏതനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും, സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും, പ്രകോപനങ്ങൾ ഉണ്ടാകുമ്പോഴും, പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോഴും മൂല്യങ്ങളിൽ, മര്യാദകളിൽ ഉറച്ചു നിൽക്കുക, സൽസ്വഭാവത്തിൽ ധാർമ്മികത കൈവിടാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയ്ക്ക് മുമ്പ് ഇസ്ലാമിൽ നടന്നിട്ടുള്ള ഒന്നാമത്തെ ഹിജ്റയുണ്ട്. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ ഹബശയിലേക്ക്, അബിസീനിയയിലേക്ക് പോയിട്ടുള്ള ഒരു യാത്രയുണ്ട്. അവിടെ എത്തിച്ചേർന്ന് നജ്ജാശി രാജാവിന്റെ അഭയം കിട്ടിയെന്ന് ഉറപ്പു വന്നതിന് ശേഷം സമാധാനമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന വേളയിലാണ് മക്കയിൽ നിന്ന് ഖുറൈശികളുടെ പ്രതിനിധികളായി രണ്ടാളുകൾ വന്ന് ഇവരെപ്പറ്റി നജ്ജാശി രാജാവിനോട് കുറെ കുറ്റങ്ങൾ പറഞ്ഞ്, അതുകൊണ്ട് ഇവരെ ഒന്നുകിൽ കൊന്നുകളയണം, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വിട്ടുതരണം, ബാക്കി ഞങ്ങൾ നോക്കിക്കൊള്ളാം നാട്ടിൽ കൊണ്ടുപോയിട്ട് എന്ന് പറഞ്ഞു. നജ്ജാശി രാജാവ് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോ നജ്ജാശി രാജാവിന്റെ കൊട്ടാരത്തിൽ ജഅഫർ ഇബ്നു അബീ ത്വാലിബിൽ നടത്തിയിട്ടുള്ള ചരിത്ര പ്രസിദ്ധമായ നയതന്ത്ര പ്രഭാഷണമുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും മാതൃകാപരമായ ഡിപ്ലോമാറ്റിക് സ്പീച്ചാണ്. അതിനുശേഷവും ഇവരെ കെണിയിൽ വീഴ്ത്താൻ വേണ്ടി മക്കയിൽ നിന്ന് വന്ന ഖുറൈശികളുടെ പ്രതിനിധികൾ ശ്രമിച്ചു. അവർ നജ്ജാശിയുടെ മതത്തിൽ തൊട്ട് പ്രകോപിപ്പിച്ചു. നിങ്ങൾ ദൈവമെന്ന് കരുതുന്ന യേശുവിനെ കുറിച്ച് ഇവരുടെ പ്രവാചകൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നൊന്ന് ചോദിച്ചു നോക്കുക. നിങ്ങൾ വിശുദ്ധയായി കരുതുന്ന മറിയമിനെ കുറിച്ച് ഇവരെന്താണ് പറയുന്നത്, ഇവരുടെ വേദഗ്രന്ഥം എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അപ്പൊ നജ്ജാശി രാജാവ് ക്രിസ്ത്യാനിയാണ്. നജ്ജാശി രാജാവ് മുസ്ലിങ്ങളെ വിളിച്ച് ഈസയുടെ കാര്യത്തിൽ, യേശുവിന്റെ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ പുതിയ മതത്തിന്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചു. മറിയമിന്റെ കാര്യത്തിൽ, മേരിയുടെ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചു. അങ്ങനെ മറുപടി പറയാൻ ബാധ്യസ്ഥരായി. ജഅഫർ ഇബ്നു അബീ ത്വാലിബിന്റെ നേതൃത്വത്തിൽ ആ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ മക്കയിൽ ഒരു ഗതിയുമില്ലാതെ പ്രതീക്ഷാപൂർവം നാട് വിട്ടുപോന്നവർ, ഒരു നാട്ടിൽ നീതിമാനായ ഒരു ഭരണാധികാരിക്ക് കീഴിൽ അഭയം കിട്ടിയവർ, ആ അഭയം നഷ്ടപ്പെട്ട് വീണ്ടും അന്യാധീനരായി പോകുന്ന
ക്രിസ്ത്യാനിയായ നജ്ജാശി രാജാവ് പ്രകോപിതനാകും, തങ്ങൾക്കുള്ള അഭയം നഷ്ടപ്പെടും, തങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കും, ചിലപ്പോൾ തങ്ങളെ അദ്ദേഹം കൈകാര്യം ചെയ്ത് കളയും. അതല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഈ ഖുറൈശികളുടെ കൂടെ മക്കയിലേക്ക് തന്നെ നമ്മളെ മടക്കി അയക്കും. സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ പ്രതികൂലമാണ്. അതുകൊണ്ട് എന്ത് നിലപാട് സ്വീകരിക്കണം, എന്ത് പറയണം എന്ന കാര്യം അവർ ആലോചിച്ചു. അങ്ങനെ കൂടിയാലോചനയിൽ ഒടുവിൽ സാധുക്കളായ ആ മുസ്ലിങ്ങൾ അവർ തീരുമാനിച്ചു, ലാ നഖൂലു ഇല്ലാ ഹഖ്ഖ, കഇനം മാ കാൻ, സംഭവിക്കുന്നതെന്നും സംഭവിച്ചു കൊള്ളട്ടെ, പക്ഷേ നമ്മൾ സത്യമല്ലാതെ മറ്റൊന്നും പറയുകയില്ല എന്നവർ തീരുമാനിച്ചു. എന്നിട്ട് ധൈര്യസമേതം ജാഫർ ഇബ്നു അബീ ത്വാലിബ് നജ്ജാശിയുടെ രാജാവിന്റെ മുമ്പിലേക്ക് എണീറ്റ് നിന്നിട്ട്, ഈസാ പ്രവാചകനെ കുറിച്ച് ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം അള്ളാഹുവിന്റെ ഒരു പ്രവാചകനും അള്ളാഹുവിന്റെ ഒരു അടിമയും മാത്രമാണ് എന്ന് പ്രഖ്യാപിച്ചു. ഭയങ്കര പ്രകോപനമുണ്ടാക്കുന്ന പ്രസ്താവനയാണ് യഥാർത്ഥത്തിൽ. മറിയമിനെ കുറിച്ചും വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എന്നത് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് നജ്ജാശി രാജാവ് ഇത് മൂസാ പ്രവാചകൻ അവതരിച്ചു കിട്ടിയ അതേ സോഴ്സിൽ നിന്നുള്ള ദിവ്യ വചനങ്ങൾ തന്നെയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്തത്. കാര്യങ്ങൾ ആശങ്കിച്ചതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ അനുകൂലമായി വന്നു എന്നതാണ്. നജ്ജാശി രാജാവ് ഓരോ കാരണവശാലും ഇവരെ ഞാൻ നിങ്ങൾക്ക് വിട്ടു നൽകുകയില്ല എന്ന് മക്കയിൽ നിന്ന് വന്ന ഖുറൈശികളോട് പറയുകയും അവർ നിരാശരായി തിരിച്ചു പോകേണ്ടി വരികയും ചെയ്തു എന്നതാണ്. അപ്പൊ നിങ്ങളുടെ നിലപാടുകൾ ഹിജ്റയുടെ സന്ദർഭവും ഹിജ്റയ്ക്ക് മുമ്പുള്ള സന്ദർഭവും ഒക്കെ അങ്ങനെയാണ്. അതിൽ അവർക്ക് അവരുടെ മാതൃക എന്ന് പറയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലത് കൈയിൽ സൂര്യനും ഇടത് കൈയിൽ ചന്ദ്രനും വെച്ചു തന്നാൽ പോലും ഒന്നുകിൽ ഈ ദീനിന്റെ പ്രബോധന മാർഗത്തിൽ ഞാൻ വിജയിക്കുക, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് മരിച്ചു പോവുക, ഇതല്ലാതെ ഈ മാർഗം വെടിയുന്ന ഒരു പ്രശ്നമേ ഇല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചത്. ആ മാർഗത്തിൽ നമ്മുടെ തത്വങ്ങളിൽ, നമ്മുടെ ധാർമ്മികതയിൽ, നമ്മുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ കഴിയുക എന്നതാണ് ഏത് സാഹചര്യത്തിലും പ്രധാനമെന്ന് ഹിജ്റ നമ്മെ പഠിപ്പിക്കുന്നു. അതുണ്ടായാൽ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകും. അവസാനം അപ്പോൾ മാത്രമാണ്. അതല്ലാതെ ധാർമ്മികമായി വിശ്വാസപരമായി നിലപാടുകളിലൊക്കെ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുന്നതോടുകൂടി സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളൊരു സഹായത്തിനുള്ള നമ്മുടെ അർഹത നഷ്ടപ്പെടുന്നു, യോഗ്യത നഷ്ടപ്പെടുന്നു എന്നതാണ്. പിന്നെ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുകയില്ല എന്നതാണ് കാര്യം. അപ്പൊ അള്ളാഹുവിന്റെ സഹായം ഉറപ്പുവരുത്താൻ അതിനാവശ്യമായ അർഹതകൾ, യോഗ്യതകൾ ഉണ്ട് എന്ന് ഉറപ്പുവരും. അതിലേറ്റവും പ്രധാനമാണ് നിലപാടുകൾ ഉണ്ടാവുക എന്നും ഇസ്ലാമികമായ നിലപാടുകളിലും ധാർമ്മികമായ നിലവാരത്തിലും മൂല്യങ്ങളിലും അടിയുറച്ചു നിൽക്കുക, അതിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന അതിന് നമുക്ക് ശേഷിയുണ്ടാകുന്നു, അതിൽ സ്ഥിരതയുണ്ടാകുന്നു എന്നതാണ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന വിജയമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. സാഹചര്യങ്ങളൊക്കെ അനുകൂലമാവുക എന്നതാണ് വിജയം എന്ന വിജയത്തെക്കുറിച്ചുള്ള സങ്കല്പത്തെ ഹിജ്റ പൊളിക്കുന്നു, ഹിജ്റ തിരുത്തുന്നു. നിങ്ങൾക്ക് നിലപാടുകൾ ഉണ്ടാവുക, ആ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ കഴിയുക എന്നതാണ് ജീവിത വിജയം. അതാണ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സഹായം എന്നാണ്. ദീനിന്റെ മാർഗത്തിലുള്ള ഇസ്തിഖാമത്താണ് ഏറ്റവും മഹത്തായ അനുഗ്രഹം എന്ന പാഠവും ഹിജ്റ നമുക്ക് പകർന്നു തരുന്നു. സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാണെങ്കിലും, എത്ര തന്നെ വെല്ലുവിളികളുണ്ടെങ്കിലും, എത്ര തന്നെ പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും ഉണ്ടെങ്കിലും, എത്ര തന്നെ നമ്മെ അടിമപ്പെടുത്താൻ പോന്ന സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിലും നിലപാടുകളിൽ, മൂല്യങ്ങളിൽ, സൽസ്വഭാവങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്നത് വിശ്വാസികളുടെ ബാധ്യതയാണ്. അതിലൂടെ മാത്രമാണ് നമുക്ക് വിജയ വഴിയിലേക്ക് അള്ളാഹുവിന്റെ സഹായത്തോടുകൂടി പ്രയാണം ചെയ്യാൻ കഴിയുക എന്ന പാഠം ഹിജ്റയിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളുക. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار. اللهم أجرنا ووالدينا من النار. اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولآبائنا ولأمهاتنا رب ارحمهم كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الظلم والظالمين. اللهم أرنا في الظالمين عجائب قدرتك. اللهم خذ الظالمين أخذ عزيز مقتدر فإنهم لا يعجزونك. اللهم انصر الإسلام والمسلمين في كل مكان في العالم يا رب العالمين. اللهم انصر إخواننا المجاهدين في غزة. اللهم انصر إخواننا المجاهدين في غزة. اللهم انصر إخواننا المستضعفين المظلومين في فلسطين. اللهم انصرهم وهزم أعداءهم أجمعين يا رب العالمين. اللهم إنا نشكو إليك ضعف قوتنا وقلة حيلتنا وهواننا على الناس فلا تكلنا إلى أنفسنا طرفة عين ولا أقل من ذلك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين.